ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് യേശു മിശിഹായാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് ദൈവ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. കേൾക്കുന്ന വചനങ്ങൾ സാക്ഷാലാകുന്നത് പോലെ ജീവൻ്റെ വചനമായി നമുക്ക് സ്വീകരിക്കാം. ആ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇരിക്കാം. ഞാനിന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നോട് പറഞ്ഞ ഒരു വാക്കുകളുടെ തുടക്കത്തിൽ നിന്നാണ്. ആ അമ്മ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ പൂർണ്ണമായി ഒരു ബന്ധനത്തിലായി എന്നാണ് അമ്മ പറഞ്ഞത്. പൂർണ്ണമായി ബന്ധനത്തിലായി എന്ന് അമ്മ പറഞ്ഞത് കൊറോണയുടെ നാളുകളാണല്ലോ. അപ്പം ഈ അമ്മയ്ക്ക് ഒത്തിരി വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ സുരക്ഷിതം നോക്കിയിട്ടാണ് കേട്ടോ. അമ്മയുടെ സുരക്ഷിതം നോക്കിയിട്ടാണ് എല്ലാവരും. മക്കളൊക്കെ അമ്മയോട് പറയും, അമ്മ ആവശ്യമില്ലാതെ പുറത്തൊന്നും പോകണ്ട എന്ന് പറയണം. അമ്മ പുറത്തൊന്നും പോകണ്ട. നിയമം അങ്ങനെയാണല്ലോ, പ്രായമായ ആളുകൾ പുറത്തു പോകണ്ട എന്ന് അമ്മയോട് പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്കും, അതായത് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി പോലും ഇന്ന് ഇങ്ങനെ വിലക്കാണ്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ശരിക്കും ഞാനിപ്പോൾ ഒരു ബന്ധനത്തിലായി എന്നാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എവൻഗേലിയോനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സക്കറിയ പുരോഹിതൻ്റെ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ കാണുകയാണ്. നമുക്കതറിയാമല്ലോ, യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കറിയാം. യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൽ സക്കറിയായുടെ നമുക്കറിയാമല്ലോ, ദൂതൻ്റെ വാക്കുകളിൽ ഒരു അല്പം ശങ്ക ഉണ്ടായപ്പോൾ, സംശയം ഉണ്ടായപ്പോൾ സക്കറിയ പുരോഹിതന് ഇത് സംഭവിക്കുന്നവരെ നീ ഊമനായിരിക്കും എന്നങ്ങനെ മാലാഖയുടെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു നാവിൻ്റെ ഒരു ബന്ധനത്തിൽ നിന്ന് സക്കറിയാവ് മോചിതനാകുന്നത് അവനൊരു സന്തതി ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അരുളപ്പാട് പ്രകാരം അവനൊരു സന്തതി ജനിച്ചപ്പോൾ ആ സന്തതിക്ക് പേരിടേണ്ടത് എന്താണെന്ന് അവൻ്റെ ചാർച്ചക്കാർ കൂടി ആലോചിക്കുമ്പോൾ യോഹന്നാൻ എന്ന് അവൻ്റെ അമ്മയായ എലിസബത്ത് പറയുമ്പോൾ, അങ്ങനെ നിൻ്റെ ചാർച്ചക്കാരിൽ ആർക്കും ഒരു പേരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പനോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ചെന്ന് ചോദിക്കുമ്പോൾ ഈ അപ്പൻ എഴുത്തുപലക ആവശ്യപ്പെട്ടിട്ട് യോഹന്നാൻ എന്ന് എഴുതുകയും അവൻ്റെ നാവിൻ്റെ ബന്ധനം അഴിയുകയും ചെയ്തതായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പറഞ്ഞു തരുന്നില്ലേ അതിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, മക്കളുടെ ജനനം മാതാപിതാക്കളുടെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. അങ്ങനെയാണെങ്കിൽ മക്കൾ എപ്പോഴും മാതാപിതാക്കളെ സ്വതന്ത്രരാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമേകുന്ന, അവരുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവർക്ക് മോചനമേകുന്ന മക്കളായിരിക്കണം എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്ന് മക്കളായിട്ടുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. മക്കളായിട്ട് ഉള്ളവരെന്ന് പറയുമ്പോൾ എല്ലാവരും അത് തന്നെയാണ്. കാരണം ആദമും ഹവ്വയും അവരുടെ കാലം കഴിഞ്ഞല്ലോ, ഇനി ബാക്കി എല്ലാവരും മക്കളാണ്, മാതാപിതാക്കളുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ്, ഈ ഒരു സമയത്ത് പിതാവിൻ്റെ മരണം കഴിഞ്ഞിട്ട് ഒരു 40 അടിയന്തരം നടത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഭയങ്കര സങ്കടത്തിലായിരുന്നു. 40 അടിയന്തരം നടത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഒരു 40 അടിയന്തരം നടത്താത്തതിൽ വലിയ സങ്കടം, അതിനകത്ത് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ആ മരണത്തിന് മുമ്പ് ആ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ആ പിതാവിന് നൽകാൻ സാധിക്കുന്ന സന്തോഷമാണ് ഒരു 40 അടിയന്തരം നടത്തുന്നതിനേക്കാൾ വലുതായ ഒരു കാര്യമെന്ന് പറയുന്നു. എൻ്റെ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് വേണ്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് വേണ്ടുന്ന തരത്തിൽ എൻ്റെ അമ്മയെ, എൻ്റെ അപ്പനെ പരിചരിക്കാൻ സാധിച്ചില്ല എന്ന് മരണശേഷം നിലവിളിച്ചിട്ട് വഴിപാടുകൾ നടത്തുന്നവരാണ് നമ്മളിൽ പലരുമൊക്കെ. പക്ഷേ അത് കുറച്ചുകൂടെ മുൻപേ ഒന്ന് ചിന്തിക്കാൻ ഈ വചനം നമുക്ക് പ്രേരണയാകട്ടെ. മാതാപിതാക്കളുടെ
സ്വാതന്ത്ര്യത്തിലേക്ക് വിടുന്ന, അവരുടെ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു കളയുന്ന മക്കൾ. അങ്ങനെയാകാൻ പറ്റുക, അത് വലിയ ഒരു കാര്യമാണല്ലോ. ഈ ഏലിപുരോഹിതനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഏലിപുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിശുദ്ധിയോടുകൂടി ജീവിച്ചിരുന്നവനാണ്. പക്ഷേ ആ പുരോഹിതൻ്റെ മക്കൾ അദ്ദേഹത്തെ ബന്ധനത്തിലാക്കിക്കളഞ്ഞു, പ്രതിസന്ധിയിലാക്കിക്കളഞ്ഞു, മരണത്തിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെയാകാതെ ഇരിക്കാൻ പറ്റുക അതൊരു അനുഗ്രഹമാണ്. കാരണം തിരുവചനം പറഞ്ഞു തരുന്നുണ്ടല്ലോ നമുക്ക്, നീ ആയിരിക്കും ദേശത്ത് ദീർഘായുസോടെ ഇരിപ്പാൻ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നത്. അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കുക, തിരുവചനത്തിലൂടെ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന മക്കൾ. വിവാഹത്തിൻ്റെ സുറിയാനി സഭയിലെ വിവാഹ കൂദാശയിൽ ഈ ദമ്പതികളെ ആശീർവദിക്കുന്ന സമയത്ത് അവർക്ക് അനുഗ്രഹവചസ്സുകൾ ഇങ്ങനെ ഏകുമ്പോൾ പറയുന്നില്ലേ, അബ്രഹാം ഇസഹാക്കിൽ, ഇസഹാക്ക് യാക്കോബിൽ, യാക്കോബ് യൗസേപ്പിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടുന്നതിന് ഉത്തമ സന്താനങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ്. അബ്രഹാം ഇസഹാക്കിൽ സന്തോഷിച്ചത്, ഇസഹാക്ക് യാക്കോബിൽ സന്തോഷിച്ചത്, യാക്കോബ് യൗസേപ്പിൽ സന്തോഷിച്ചതൊക്കെ അവരുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ നാളുകളിലാണ്. ആ സന്തോഷം നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഏകാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വന്നു നിന്നപ്പോൾ, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി അവർ പ്രാർത്ഥനയോടെ നിന്നപ്പോൾ, അവരെ സംയോജിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ലഭിച്ചതായ ആ അനുഗ്രഹം, അത് അവർക്ക് അനുഭവിക്കാൻ നമ്മളിലൂടെ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ നമ്മൾ ഭാഗവാക്കുകളായി എന്നതിൻ്റെ ഒരു സന്തോഷവും അനുഗ്രഹവും കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇന്ന് എത്രയോ ഇടങ്ങളിൽ മാതാപിതാക്കൾ ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കവയിത്രിയുടെ ഒരു മനോഹരമായ കവിതയുടെ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നോണം ഒരാൾ എഴുതിയതാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, ഇങ്ങനെ, എവിടെയാണ് ഒരമ്മ പ്രായമാകുന്നത് എന്നാണ്. എവിടെയാണ് ഒരമ്മ പ്രായമാകുന്നത്? അവരുടെ മുഖത്ത് ചുളിവുകൾ വീഴുമ്പോഴോ അവരുടെ തലമുടി ഇഴകൾ നരയ്ക്കുമ്പോഴോ ഒന്നുമല്ല ഒരമ്മ പ്രായമാകുന്നതെന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. ആ കവയിത്രിയുടെ വാക്കുകളിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനും കൂടെ പോരുമെന്ന് ശാഠ്യം പിടിച്ച് കരയാറുണ്ട് നമ്മൾ, കരഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ബാല്യത്തിൽ. ഇന്ന് കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ബാല്യത്തിൽ കരയും, അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ഞാനും കൂടെ നിൻ്റെ കൂടെ പോരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശാഠ്യം പിടിച്ച് കരയാറുണ്ട്. ഈ ശാഠ്യം സഹിക്കവയ്യാതാകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലെങ്കിൽ കൂടെയും ഈ അമ്മ കൈ പിടിച്ചിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അമ്മയുടെ കൂടെ പോരണം എന്ന് ശാഠ്യം പിടിച്ച് കരഞ്ഞ ഇടത്ത് നിന്ന് ഞാനും പോരട്ടെ മോനെ എന്ന് ഈ അമ്മ ചോദിക്കുമ്പോൾ, അമ്മ പോരണ്ട, ഇവിടെ ഇരുന്നാൽ മതി എന്ന് നമ്മൾ പറയുന്ന ഒരു കാലമില്ലേ? നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കാലം വരുമ്പോഴാണ് നമ്മുടെ അമ്മ പ്രായമാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? അതായത് ബാല്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി അമ്മയുടെ കൂടെ അങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ അമ്മയുടെ കൈ പിടിച്ച് നടന്ന് നമ്മൾ വളർന്നു, പിന്നെ കൈ വിട്ട് നമ്മൾ നടന്നു, അങ്ങനെയൊക്കെ നടന്ന് അവസാനം നമ്മളുടെ കൈ പിടിച്ച് ഈ അമ്മ നടക്കേണ്ടുന്നൊരു പ്രായം, അല്ലെങ്കിൽ അമ്മയെ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കേണ്ടുന്നൊരു പ്രായമുണ്ടല്ലോ. അപ്പോൾ ഈ അമ്മയ്ക്കും ഒന്ന് പുറത്തു പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടാകുമ്പോൾ അമ്മ പറയുവാണ്, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാനും പോരട്ടെ മോനെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ അമ്മയോട് പറയുന്നു, അമ്മ പോരണ്ട, എവിടെ ഇരുന്നാൽ മതി എന്ന് നമ്മൾ പറയുന്നിടത്താണ് അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ വാർദ്ധക്യം എന്ന്.
അങ്ങനൊരു വാർദ്ധക്യത്തിലേക്ക് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ തള്ളിവിടണമോ എന്നതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവർ, ഇന്നിങ്ങനെ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ജീവിതത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വന്തം ചിന്തകളിൽ, സ്വന്തം അനുഭവങ്ങളിലൂടെയൊക്കെ മനസ്സിങ്ങനെ ഊളിയിട്ട് പോവുകയാണ് പലപ്പോഴുമൊക്കെ. വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ അവർ. അങ്ങനെ വേദനിക്കുമ്പോൾ പോലും വാത്സല്യവും സ്നേഹവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അവർ. നമ്മൾ പോയിട്ടും കൂടാതെ നമ്മൾ പോയിട്ടും ഈ സാധാരണ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നവരെ കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ തിരികെ കൊണ്ടുവരാൻ അവരിങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുണ്ടാവും. ആ മാതാപിതാക്കളെ, അങ്ങനെയുള്ള മാതാപിതാക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക്, മകൻ്റെ ജനനം പിതാവിന് ബന്ധന വിമുക്തി നൽകിയെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷമേകുന്ന ഒന്നാക്കി മാറ്റാൻ നമുക്ക് പറ്റുമോ? അവിടെയാണ് തമ്പുരാൻ്റെ പഠിപ്പിക്കലുകളിൽ നമ്മളിങ്ങനെ കാണുന്നത്. അമ്മയോടുള്ള തമ്പുരാൻ്റെ ഒരു ബന്ധം നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. കാനാവിലെ കല്യാണത്തിന് നമ്മൾ കാണുന്നുണ്ട്. അതന്നെ ഈ വീട്ടിൽ വീഞ്ഞു കുറഞ്ഞു പോകുന്നു എന്നതായ വലിയൊരു കാര്യത്തെ ഈ അമ്മ ചെന്ന് മകനോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ ഇവരുടെ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ നാഴിക വന്നിട്ടില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഈ മകൻ അമ്മയെ മടക്കി അയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ട പരിചാരകരോട് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും അവൻ നിങ്ങളോട് പറയുവാണെങ്കിൽ അത് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു പക്ഷേ ആ മകൻ്റെ കാതുകളിൽ ആ വാക്ക് ഇങ്ങനെ വീണിട്ടുണ്ടാകും. എന്തെങ്കിലും അവൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് ഈ അമ്മ പറഞ്ഞിട്ട് പോകുന്ന വാക്കുകൾ ആ മകൻ്റെ കാതുകളിൽ വീണിട്ടുണ്ടാകും. ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയോട് അനുകൂലമായ ഒരു മറുപടി പറഞ്ഞില്ലെങ്കിലും അമ്മ വളരെ ആവശ്യമായിട്ടല്ലേ എന്നെടുക്കലോ പറഞ്ഞത് എന്ന് ചിന്തിച്ചിട്ട് ആ മകൻ ആ അമ്മ പറഞ്ഞ പരിചാരകരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് അവിടെ ഇരിക്കുന്ന ആ കൽഭരണികളിൽ വെള്ളം കോരി വയ്ക്കാൻ. അത് കോരി വെച്ചവർ ഇനി നിങ്ങൾ കൊണ്ടുപോയി പന്തിപ്രമാണിക്ക് രുചിച്ച് നോക്കാനായിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പന്തിപ്രമാണിക്ക് ഇതൊന്നും അറിയില്ലാത്തത് കൊണ്ട് പന്തിപ്രമാണി മണവാളനെ വിളിച്ച് അഭിനന്ദിച്ചു. മറ്റുള്ള ആളുകളൊക്കെ ആദ്യം നല്ലത് വിളമ്പി, ആളുകളിങ്ങനെ ലഹരി പിടിച്ചതിന് ശേഷം വീര്യം കുറഞ്ഞതൊക്കെ വിളമ്പുമ്പോൾ നീ അവസാനം വരെ നല്ലത് മാത്രം സൂക്ഷിച്ചു വെച്ചു, വിളമ്പാൻ കരുതി വെച്ചു എന്ന് പറയുന്ന ഈ പന്തിപ്രമാണിയുടെ അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ സന്തോഷിക്കുന്നത് ആ അമ്മയുടെ ഹൃദയമാണ്. അമ്മയുടെ ഹൃദയമാണ്. എൻ്റെ മകൻ ഞാൻ പറഞ്ഞതായ വാക്കുകൾ വൃഥാവാക്കിയില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ആ വാക്കുകൾ അത് വൃഥാവായി പോയില്ല. അവിടെയാണ് ആ അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത്. എങ്ങനെയാണിത് സംഭവിക്കുക? അതാണ് ഈ മാതാപിതാക്കൾക്ക് നമ്മളിൽ ഒരു ഉറപ്പുണ്ടാകുക. ഞാൻ എൻ്റെ മകനോട് എൻ്റെ മകളോട് പറഞ്ഞാൽ അത് നിരസിക്കില്ല എന്നൊരു ഉറപ്പ് അവർക്കുണ്ടാവുക. അതുണ്ടാകണമെങ്കിൽ നമുക്ക് അവരോടൊരു വിധേയത്വം ഉണ്ടാകണം. ഒരു വിധേയത്വം. ആ വിധേയത്വം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പനാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് അവരുടെ വാക്കുകൾ ഒരിക്കലും വൃഥാവായി പോകരുത് എന്നൊരു ചിന്തയുണ്ടാവുക. അപ്പോൾ അവരിലൊരു വിധേയത്വം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് നമ്മളിലൊരു ഉറപ്പുണ്ടാകും. അവർക്ക് നമ്മളിലൊരു ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമല്ല. ഏതൊരു പ്രതിസന്ധിയെയും അവർ അത് തരണം ചെയ്യും. ബാല്യത്തിൽ നമ്മുടെ ഒരു ഉറപ്പെന്ന് പറയുന്നത് എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നാണ്. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ ബാല്യത്തിൽ നടന്നു പോകുമ്പോൾ അപ്പനോ അമ്മയോ കൂടെ ഉണ്ടെങ്കിൽ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ഉറപ്പാണ്, ഒരു ബലമാണ്. ഏതൊരു പ്രതിസന്ധിയിലും അങ്ങനെയാണ്. ഇത് തന്നെ നേരെ തിരിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ കൂടെയുണ്ട് എന്നൊരു പ്രതീക്ഷ അവർക്ക് നൽകാൻ സാധിക്കുമ്പോൾ അതവർക്കൊരു ബലമാണ്.
അതവർക്കൊരു ബലമാണ്. അതവർക്ക് നൽകാൻ പറ്റുക എന്നതാണ് ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഉറപ്പിക്കാനാണ് തിരുവചനം തന്നെ ശക്തിയോടുകൂടെ, പ്രത്യേകിച്ച് കൽപ്പനകളിൽ പോലും അത് വളരെ കണ്ടീഷണലായിട്ടല്ലേ പറഞ്ഞത്. നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിൻ്റെ അപ്പനെയും നിൻ്റെ അമ്മയെയും ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞത്. വേറെ ഏത് കൽപ്പനയാണ് ഇങ്ങനെ ഞാൻ മറ്റുള്ള കൽപ്പനകളുടെ കുറവുകളെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. വേറെ ഏതൊരു കൽപ്പനയിലാണ് ഇങ്ങനെ ഒരു കണ്ടീഷണലായിട്ട് പറയുന്നത്, ഇത് ചെയ്താൽ ഇത് നിനക്ക് കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ. ഇന്ന് പലയിടങ്ങളിലായി ഒത്തിരി മാതാപിതാക്കൾ കരയുകയാണ്. അവരുടെ കരച്ചിൽ മാറണമെങ്കിൽ അവരുടെ മക്കൾ തന്നെ മനസ്സ് വെക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. ഒരിക്കലൊരു അമ്മ, ഞങ്ങളൊരു കൊച്ചു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിച്ചു കുറേ കാലങ്ങൾ. ആ അമ്മയ്ക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളുമുണ്ട്. മക്കളാണ് അമ്മയെ അവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ചില ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറിക്കഴിയുമ്പോൾ, അതായത് അവരുടെ ജോലി സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ മാറിക്കഴിയുമ്പോൾ അമ്മയെ കൊണ്ടുപോകാമെന്നൊക്കെയാണ്. അങ്ങനെ കുറേ നാളുകൾ നീണ്ടുപോയി. എന്നിട്ട് ഒരു ദിവസം അവർ അമ്മയെ ഇങ്ങനെ കാണാൻ വന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഈ അമ്മയുടെ വാക്കുകളിൽ നിങ്ങളുടെ കൂടെ താമസിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇനിയും അതിനെ ഇങ്ങനെ ആക്കരുത്. ഇപ്പോൾ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ ഈ അമ്മയെ താമസിപ്പിക്കാം. ഒരുപക്ഷെ രോഗത്തിൻ്റേതെന്ന് കരുതി ഇരുന്ന ചില അസ്വസ്ഥതകളില്ലേ, അതൊക്കെ ഈ അമ്മയിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൃത്യമായി അമ്മ മരുന്ന് കഴിക്കുന്നത് കൊണ്ടും മരുന്ന് കഴിക്കണമെന്നൊരു ധാരണ അവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഒരുപക്ഷെ അങ്ങനെ തുടർന്ന് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആ മരുന്നുകൾ കൃത്യമായി നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ അവരോട് ഇങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞ് അവസാനം അവരിങ്ങനെ ഈ അമ്മയെ കൊണ്ടുപോകാനായിട്ടാക്കുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, അതെന്നെ വല്ലാതെ കരയിപ്പിച്ച് കളഞ്ഞു. ഞാനൊരു ഭാരമാണോ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ അച്ഛനൊരു ഭാരമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, എനിക്കൊരു ഭാരമല്ല. എന്തേ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ മക്കളെ നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഓരോ വാക്കുകളും അപ്പുറം ഇരുന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഈ അമ്മ പറയുകയാണ്, ഇത്ര അധികം എന്നെ നിർബന്ധിച്ച് പറയാൻ പറ്റുന്ന തരത്തിൽ ഞാൻ എന്താണ് അച്ഛനൊരു ദ്രോഹമായി ചെയ്തത് എന്ന് അവർ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ ആകപ്പാടെ പ്രതിസന്ധിയിലായി. ഞാൻ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഈ അമ്മയോട് പറയുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇങ്ങനെ, വീണ്ടും ഇവിടേക്കോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്കോ പറിച്ചു നടാൻ എന്തിനാണച്ചോ എന്നെ വീണ്ടും പറഞ്ഞയക്കുന്നത് എന്നവർ ചോദിക്കുകയാണ്. എനിക്കെൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ മക്കളുടെ കൂടെ ജീവിച്ചിട്ട് അവിടെ നിന്ന് അവർ മറ്റൊരിടത്തേക്ക് എന്നെ ഇങ്ങനെ പറിച്ചു നടുമ്പോൾ ഈ പ്രായത്തിൽ അത് താങ്ങാൻ പറ്റുന്നില്ലെന്നാണ് ഈ അമ്മ പറയുന്നത്. ഈ പ്രായത്തിൽ അത് താങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഇനിയും എന്നെ എന്തിനാണ് ഇങ്ങനെ ബന്ധിക്കുന്നതെന്നാണ് അവർ. ഇനിയും എനിക്കെന്തിനാണ് ഇനി ഒരു തരം അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അടിമത്തം പോലുള്ളതായ ഒരവസ്ഥ എനിക്ക് എന്തിനാണ് തരുന്നത് എന്നൊക്കെ ഈ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുന്നു ഈ അമ്മയ്ക്ക്. എൻ്റെ മക്കളെൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കേണ്ടുന്നതിന് പകരം കൂടെ പോയാലും എന്നെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ആക്കും എന്നുള്ളതായ വല്ലാത്തൊരു അസ്വസ്ഥത ആ പാപത്തിൻ്റെ മനസ്സിലിങ്ങനെ കുടിയേറുകയാണ്. ആ അമ്മയുടെ ചിന്തകളിൽ വന്നതല്ല, അത് അനുഭവത്തിൽ വന്നതാണ് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അനുഭവത്തിൽ വന്നതാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് കൊടുക്കാതിരുന്നുകൂടെ എന്ന് ഞാൻ ആ മക്കളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് പ്രിയമുള്ളവരെ. അവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ കൂടെയും ഇവർക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. എത്ര നാളിങ്ങനെ ചിലപ്പോഴൊക്കെ തോന്നുകയാണ് മക്കളുടെ ഓരോ വളർച്ചയിലും അല്ലെങ്കിൽ ഓരോ യാത്രയിലും വല്ലാതെ കുറേ ബന്ധനങ്ങളിൽ ഒരുപക്ഷെ പ്രായത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ ഇപ്പോൾ കടന്നു പോകുമ്പോൾ പോലും തോന്നിപ്പോകുന്നു,
ചില സമയങ്ങളിൽ മക്കൾക്ക് വേണ്ടിയുള്ള യാത്രകളിൽ വല്ലാതെ ഇങ്ങനെ വലിഞ്ഞു മുറുകേണ്ടി വരുന്ന ഇടങ്ങളുണ്ട്. മക്കളായിട്ടുള്ളവരെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ വലിഞ്ഞു മുറുകുന്ന മാതാപിതാക്കൾക്ക് സാന്ത്വനമേകാൻ നിങ്ങളുടെ ചിലപ്പോൾ ഒരു ചേർന്നിരിക്കൽ മതിയാകും, ഒരു പുഞ്ചിരി മതിയാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ നല്ലൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായ അവരുടെ വലിഞ്ഞു മുറുകലുകളിൽ ആ വിജയത്തിൻ്റെ പടികൾ നിങ്ങൾ ചവിട്ടിക്കയറുന്നത് അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതിയാകും. എന്തു തന്നെയാണെങ്കിലും സ്നാപകൻ്റെ ജനനത്തിൽ യോഹന്നാൻ എന്ന പേരെങ്ങനെ എഴുതുമ്പോൾ തന്നെ, എഴുത്തുപലകയിൽ അത് എഴുതി തീർക്കുമ്പോൾ തന്നെ നാവിൻ്റെ ബന്ധനം അഴിയപ്പെട്ടവനായി ആ പിതാവിൻ്റെ സന്തോഷവും ആനന്ദവും എത്ര വലുതാണ്. ഇതുപോലെ തന്നെ ഓരോ മകൻ്റെയും ഓരോ മകളുടെയും പേരുകൾ നാവിൽ നിന്ന് വീഴുമ്പോൾ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മുടെ മാതാപിതാക്കളെ മാറ്റാൻ സാധിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരായി മാറും. ഈ ലോക ജീവിതയാത്രയിൽ അങ്ങനെ നമുക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം തന്നതായ കാണപ്പെട്ട ദൈവങ്ങളെന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ സന്തോഷിക്കുവാൻ, നമ്മളിലൂടെ സന്തോഷിക്കാൻ, നമ്മൾ സന്തോഷമേകാൻ ഒക്കെ ഇടവരുത്തണം. അബ്രഹാം ഇസഹാക്ക് യാക്കോബിൽ, യാക്കോബ് യൗസേപ്പിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടുന്നതിന് ഉത്തമ സന്താനങ്ങൾ ലഭിക്കട്ടെ എന്ന് കിട്ടിയതായ ആ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമ്മൾ മുഖാന്തരമായി തീരണം. അതിന് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.